ഇന്നത്തെ കഥ പൊട്ടിച്ച് തീരാത്ത റംബൂട്ടാനാണ്. പൊട്ടിച്ച് തീരാത്തത് കുറേ ഉള്ളത് കൊണ്ടല്ല കേട്ടോ. ഓരോന്ന് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഈ റംബൂട്ടാൻ പൊട്ടിക്കാൻ ഇറങ്ങിപ്പോയാൽ പിന്നെ ആ പണി പകുതി വെച്ച് വേറെ പണിക്ക് പോകേണ്ടി വരും. ആക്ച്വലി അതാണ്, ഏട്ടനാണിത് പൊട്ടിക്കാറ്. ഏട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിക്കണോണ്ട് തന്നെ നമുക്കിത് പൊട്ടിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. റെഡ് റംബൂട്ടാൻ നമുക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. ഇത് യെല്ലോ ആണ്. യെല്ലോ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷേ ഇത് പൂർണ്ണ വളർച്ച എത്തിയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ നമ്മുടെ അണ്ണാൻകുഞ്ഞെല്ലാം കഴിക്കുകയാണ്. അപ്പോൾ അവന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാലൻസ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വെക്കുന്നുണ്ട് നമ്മൾ. കാരണം നൈതിക്ക് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അവന് കൊടുക്കാറുണ്ട്. അപ്പോൾ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നേരത്തിനനുസരിച്ചിട്ട് അവന് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാറ് കേട്ടോ. അല്ലാത്തതൊന്നും മിക്സിയിൽ നമ്മൾ അടിക്കാറേ ഇല്ല. എല്ലാം നമ്മൾ കയ്യിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടാണ് അവന് കൊടുക്കാറ്. ഒന്നും തന്നെ മിക്സിയിൽ അടിച്ച് കൊടുക്കാറില്ല. ഇതും പിന്നെ ഗോതമ്പിൻ്റെ സൂചി ഗോതമ്പ് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മൾ കൊടുക്കാറുള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ കുരു കളഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു ഒരണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിക്സിയിൽ അടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ കിണറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽക്കൂടെ ഞാനിതിപ്പോൾ കണ്ടപ്പോഴൊരു പൂമ്പാറ്റ അങ്ങോട്ട് പറന്നു പോയില്ലേ. ഇതിൽ കൂടെ കടന്നു പോയിട്ട് ഞാനിതൊക്കെ പൊട്ടിക്കുകയാണ്. പക്ഷേ ഇത് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നൈതിക്കുട്ടി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ, അപ്പുറത്ത് മീൻസ് ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് അവനെ പോയി നോക്കണം കേട്ടോ. അപ്പം പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് നൈതിക്കുട്ടനെ നോക്കാനല്ല, റംബൂട്ടാൻ പറിച്ചും കഴിഞ്ഞിട്ടില്ല, കറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയിലേക്ക് വറുത്തിടാനായിട്ട് പോവുകയാണ് കേട്ടോ. മീൻ കറിയാണ്, ഏരിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വറുത്തിടണം. ഞാൻ സാധാരണ ഉള്ളി ആൻഡ് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ. എന്നിട്ട് വറുത്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടി ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നേരെ ഇതിലേക്ക് തട്ടും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. കറിവേപ്പിലയും കൂടി ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു നമ്മൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചുകൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ തന്നെ മീൻ കൂട്ടാൻ. അപ്പോൾ സാധാരണ വയ്ക്കുമ്പോൾ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ റംബൂട്ടാൻ പറിക്കാൻ ഇറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ ഒക്കത്ത് ഒരാളിരിക്കുന്നുണ്ടോ, അവൻ എനിക്കും അപ്പോഴേക്കും. അപ്പോൾ പിന്നെ പറിക്കാൻ വന്നതാണ്, പക്ഷെ പറിക്കാൻ പറ്റിയില്ല. പിന്നെ അവനെടുത്തിട്ട് നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഡാൻസ് കളിക്കുന്ന കുട്ടി വന്നു കേട്ടോ, ഡാൻസ് പഠിക്കാനായിട്ട്. പിന്നെ ഡാൻസ് പഠിത്തം കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ മേലെ എടുപ്പിച്ചു. പിന്നെ ഫുഡും ഒക്കെ കൊടുത്ത് വീണ്ടും ഉറക്കാൻ കിടത്തിയപ്പോഴാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ട്യൂഷൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അവന് റംബൂട്ടാൻ്റെ കാര്യങ്ങളും പിടിച്ചോടാൻ വേണ്ടി ചെക്കൻ പിടിക്കണില്ലേ. അവസാനം ചെക്കൻ പിടിച്ച് വന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ചെക്കനെ കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം ഡാൻസ് കളിക്കാനുള്ള കുട്ടി വന്നിട്ടുണ്ട്. സോ അവൾ ഡാൻസ് പഠിപ്പിച്ചു. അവൾ പോയതിന് ശേഷം പിന്നെ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാനായി നേരം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.